السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. ربي يسر ولا تعسر وتمم بالخير. മൈ ഡിയർ സിസ്റ്റേഴ്സ്, അൽഹംദുലില്ലാ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അള്ളാഹു എല്ലാവരുടെ ലൈഫിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ ഒരു ക്ലാസ് കേൾക്കാൻ ഇവിടെ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പുതിയൊരു ടോപ്പിക് നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ്. ഓരോ ദിവസവും ഓരോ സ്ട്രഗിൾസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ചെയ്യാൻ തുടക്കമിട്ടവരാണ്, അതല്ലെങ്കിൽ ചെയ്ത് ഒരുപാട് യാത്ര ചെയ്ത് ദൂരെ എത്തിയവരാണ്, അതല്ലെങ്കിൽ തുടങ്ങി ഒരു മിഡിലൊക്കെ എത്തിയിട്ടുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ ബാലൻസ്ഡ് മുസ്ലിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും കലർന്നിട്ടുള്ള ഒരാളായിരിക്കും അല്ലേ. അപ്പോൾ ഈ പോസിറ്റീവ്സിനെ കൂട്ടുവാനും അതുപോലെ തന്നെ നെഗറ്റീവ്സിനെ കുറക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല എങ്ങനെ ആയിരിക്കണം ഒരു സ്ത്രീ, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഒരു സ്ത്രീയുടെ സ്വഭാവം എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഖുർആന്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിലൂടെ എങ്ങനെ നമുക്കൊരു ഉത്തമ സ്ത്രീ ആകാം എന്ന് മനസ്സിലാക്കുന്ന ഒരു ടോപ്പിക്കാണ് ബാലൻസ്ഡ് മുസ്ലിമ. തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയാണ്, ഈ ക്ലാസ്സിൽ ഓരോ പോയിന്റ്സും ഞാൻ ആദ്യം എന്നോടാണ് പറയുന്നത്, ശേഷം നിങ്ങളോടും. ഇത് പഠിക്കുമ്പോൾ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം മനസ്സിൽ വന്നു. അങ്ങനെ തുടങ്ങിയതാണ് ഈ ഒരു ബാലൻസ്ഡ് മുസ്ലിമ എന്നുള്ള ഈ ഒരു ചെറിയൊരു സംരംഭം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ അത് കൊണ്ടുവരാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഏറ്റവും ആദ്യം, ഇത് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല എങ്ങനെയായിരിക്കണം സ്ത്രീ എന്ന് നമുക്ക് ഖുർആനിലൂടെ പല ആയത്തുകളിലൂടെയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്ത്രീയുടെ സ്വഭാവം എന്തായിരിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിലൂടെ ഉടനീളം ഖുർആനും സുന്നത്തും അടിസ്ഥാനത്തിൽ, ഖുർആന്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിലായിരിക്കും എങ്ങനെയാണ് നമ്മളൊരു ഐഡിയൽ മുസ്ലിം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് മുസ്ലിം, അതല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിമയുടെ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പിന്നെ രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നവരായിരിക്കും അല്ലേ. നമ്മൾ കുറേ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു തിയററ്റിക്കൽ ആയിട്ടായിരിക്കരുത് നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പ്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഒരുപാട് ആക്ഷൻസ് നമ്മൾക്ക് ഈ ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാനുണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്തായിരിക്കണം, നമുക്ക് തന്നെ പ്ലാൻസ് നമ്മൾ സെറ്റാക്കി വെക്കണം. അതല്ലെങ്കിൽ നമ്മൾ എല്ലാ ക്ലാസ്സുകളും കേൾക്കുന്നത് പോലെ ഒരു ക്ലാസ്സായിട്ട് തന്നെ ഇതും അങ്ങനെ പോയി പോകും. അങ്ങനെ ആകരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് തുടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ ബറക്കത്ത് നമ്മളുടെ ഈ ഒരു പഠനത്തിൽ അള്ളാഹു നിറക്കട്ടെ. ആമീൻ. അങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ, ഒരു ബാലൻസ്ഡ് മുസ്ലിം ആകാൻ പറ്റുള്ളൂ. ക്ലാസ് കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ബാലൻസ്ഡ് ആകാൻ പറ്റില്ല അല്ലേ. നമ്മൾ ലൈഫിൽ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ മാത്രമാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ നമ്മൾ ഒരുപാട് ഓതുന്നവരാണ് അല്ലേ. പക്ഷേ നമുക്കതിൽ ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിൽ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ആ വായിക്കുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്യുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയിട്ട് നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ബാലൻസ്ഡ് മുസ്ലിമ എന്നുള്ള ഇതിലൂടെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഡ്രാസ്റ്റിക് അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓരോ ദിവസവും ചെറിയ ചെറിയ ടോപ്പിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതായിരിക്കും നമ്മൾ സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം
നമ്മൾ റിലേഷൻഷിപ്പ് വിത്ത് അള്ളാഹ് അല്ലേ, അല്ലെങ്കിൽ എൻ്റെ റബ്ബുമായിട്ടുള്ള വിത്ത് മൈ റബ്ബ്, എൻ്റെ റബ്ബുമായി എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം, അള്ളാഹു ആയിരിക്കണം അല്ലേ. അള്ളാഹു അല്ലാതെ നമുക്ക് നമ്മളെന്താണ് കംപ്ലീറ്റ്ലി ഡ്രോൺ ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ പൊക്കി കിടത്തുന്നത് അള്ളാഹു നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. അള്ളാഹു നമ്മളുടെ കൂടെ ഇല്ല എങ്കിൽ നമ്മളെന്താണ് അതിൽ മുങ്ങിപ്പോകും. അതാണ് നമ്മളുടെ ജീവിതം യഥാർത്ഥത്തിൽ. നമ്മൾ നല്ല സ്മൂത്തായിട്ട് മുകളിലൂടെ പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ അള്ളാഹുവായിട്ട് മുറുകെ പിടിച്ചത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മൾ ഈ ലൈഫിൻ്റെ ഓരോ പ്രശ്നത്തിലും നമ്മൾ മുങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പം വിത്ത് മൈ റബ്ബ് എന്നുള്ളതിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മളുടെ അഖീദപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അപ്പുറത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഒരു അഖീദ സ്ട്രോങ് അല്ലെങ്കിൽ എന്താകും, നമ്മൾ ചെയ്യുന്നതൊക്കെ പാഴായിപ്പോകും. അത് നമ്മൾക്കറിയാം, നമ്മൾ മണലിൽ വലിയ കാസിൽസ്, വലിയ കൊട്ടാരങ്ങൾ നമ്മൾ മണലുകൊണ്ട് പടുത്തുയർത്തിയാലും എന്താണ്, അത് ചെറിയൊരു കാറ്റടിക്കുമ്പോഴേക്കും അവിടെ വീണു പോകും. ഒരു പ്രയോജനവും നമുക്ക് നൽകുന്നില്ല. എന്നാൽ നമ്മൾ നല്ല ഉറപ്പുള്ള നല്ലൊരു തറ വെച്ചിട്ട് നമ്മൾ നല്ലൊരു ചെറുതാണെങ്കിൽ പോലും നമ്മൾ നല്ല രീതിയിലൊരു ചെറിയ വീട് പണിതാലോ അതൊരുപാട് കാലം നിലനിൽക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതം, നമ്മളുടെ അടിത്തറ, നമ്മളുടെ ഇസ്ലാം നമ്മൾ ഏറ്റവും സ്ട്രോങ് ആക്കണം. നമ്മളുടെ ഈമാൻ കാര്യം നമ്മൾ സ്ട്രോങ് ആക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമുക്ക് ഏറ്റവും ബെസ്റ്റാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ സ്ട്രോങ് ബേസ് നൽകാനാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ബാലൻസ്ഡ് മുസ്ലിമിലൂടെ ഒന്നാമതായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീ ടൈം, അതായത് ഞാനുമായിട്ട്, അതായത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് എന്താ പറയുക അള്ളാഹു നൽകിയിട്ടുള്ള കഴിവുകളുണ്ടാകും അല്ലേ. പക്ഷെ നമ്മൾ പല സാഹചര്യങ്ങൾ കാരണം നമുക്കതൊന്നും ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ കോൺഷ്യസ് ആയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. അതായത് നമ്മളുടെ ഖുർആൻ പഠനം, അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ മാനസികപരമായിട്ട് നമുക്ക് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നമ്മൾക്ക് തന്നെ നമ്മൾ ചേഞ്ച് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ കഴിവിട്ടിട്ട് തന്നെയാണ് അള്ളാഹു ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു കഴിവ് പുറത്തേക്ക് വരണമെങ്കിൽ ചിലപ്പോൾ അള്ളാഹു നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ഭയങ്കരമായിട്ട് ടഫായിട്ടൊരു സിറ്റുവേഷനിൽ കൊണ്ടുവരും. ആ സിറ്റുവേഷൻസിലായിരിക്കും നമ്മളുടെ ആ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഈ മീ ടൈമിലൂടെ ഒരുപാട് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൂടെ തന്നെ ഖുർആനും സുന്നയും അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സെക്ഷനാണ് മീ ടൈം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലവരും ഇസ്ലാമികപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. പല ആളുകളും ക്ലാസ് എടുക്കുന്നവരായിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. ഇനി അതൊന്നുമില്ല, ചില ആളുകൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഭർത്താവിനെയും മക്കളെയും നോക്കുന്നവരായിരിക്കും. ഈ ഓരോ ആളുകൾക്കും, അതായത് ഒരു ടീച്ചറായിക്കോട്ടെ, ഒരു ദായി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ഒരു നല്ലൊരു ഉമ്മ, മക്കളെയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നോക്കുന്ന ഒരു ഉമ്മ ആയിക്കോട്ടെ, അതല്ല വേറെ എന്തെങ്കിലും ഇസ്ലാമികപരമായിട്ട് ഇനി തഫ്സീർ എടുക്കുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ തജ്വീദ് പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, നമ്മൾ ആരും കരുതരുത് ഇതാണ് ഇസ്ലാം, ഇത് മാത്രമാണ് ഇസ്ലാം എന്ന് നമ്മൾ കരുതരുത്. അത് നമ്മളുടെ ഇസ്ലാമിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇതുപോലെ വേറെ ഒരുപാട് ആളുകൾ പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും അല്ലേ. അപ്പോൾ ഈ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയതാണ് മുഴുവനായിട്ടുള്ള ഇസ്ലാം. നമുക്ക് ആരെയും മറ്റുള്ളവർ ചെയ്യുന്നത് നികഴ്ത്താനോ അല്ലെങ്കിൽ അതിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അത് മാത്രമാണ് ശരി എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മാത്രമല്ല ഇപ്പോഴത്തെ ഇഷ്യൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു 0.5% മാത്രമായിരിക്കും. ബാക്കി 99.5% ഇസ്ലാം അപ്പുറത്ത് വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന കർമ്മം മാത്രമല്ല ഇസ്ലാം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താകുമെന്നറിയോ, നമുക്ക് ഭയങ്കര അഹങ്കാരവും ഈഗോ ഒക്കെ വരും.
മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ എന്താണ് ഇതിലേറെ ഇമ്പോർട്ടൻറ്റ് ഞാൻ ചെയ്യുന്നതാണല്ലോ എന്നുള്ള ചിന്തകളൊക്കെ വരും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ അതില്ലാണ്ടാക്കണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടാണ് പറയുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സംരംഭങ്ങൾ ചെറുതായാലും നമ്മൾ കാണുന്നുണ്ടല്ലേ, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ ചില ആളുകൾ പാരൻറ്റിങ് ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇനി വേറെ ആളുകൾ ഖുർആൻ തഫ്സീർ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അപ്പം നമ്മളത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഓരോരുത്തരും ഓരോരോ കാറ്റഗറീസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പാകാൻ നമ്മൾ ശ്രമിക്കണം. അതായത് പല 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 ഗ്രൂപ്പ്സുകൾ ഒന്നായിട്ട് വലിയൊരു ശക്തിയാകാനാണ് നമ്മൾ സ്ത്രീകൾ ശ്രമിക്കേണ്ടത്. അപ്പം ഈ ഒരു നമ്മളുടെ ഈ ബാലൻസ്ഡ് മുസ്ലിമയിൽ ഒരുപാട് ആളുകൾക്ക് ഡിഫറെൻറ്റ് കഴിവുകൾ ഉണ്ടാകും. അപ്പോൾ ആ കഴിവുകളൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ പെർമിഷനോട് കൂടി അള്ളാഹുവിന് നിരന്തരം ദുആ ചെയ്തിട്ട് നമ്മളത് അള്ളാഹുവിൻ്റെ അടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കൂടെ തന്നെ അത് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഞാൻ ഇന്ന കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ബറക്കത്ത് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനാണ്, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരു ടീച്ചർ ആവാൻ ആണ് നമ്മളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള സിസ്റ്റേഴ്സ് നമ്മൾ സഹായിക്കുമ്പോൾ അതെന്താകും, നമുക്ക് വലിയൊരു ഹൈറിനെ അപ്പുറത്ത് നൽകും അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല ഇസ്ലാം, നമ്മൾ എല്ലാവരും ചെയ്യുന്നതും ഇസ്ലാമാണെന്ന് മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒന്നിൽ മാത്രം ഫോക്കസ് കൊടുക്കും, മറ്റൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കരുത് എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ 2 പോയിൻ്റാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഫോക്കസ് ഓൺ മൈ എബിലിറ്റി. എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കഴിവിൽ ഞാൻ ഫോക്കസ് ചെയ്യണം. പക്ഷേ അത് മാത്രം അല്ല ഇസ്ലാം, അല്ലെങ്കിൽ അത് മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് എന്നെ തന്നെ, അതായത് നമ്മൾ മറ്റുള്ള സഹോദരിമാരുടെ സഹായത്തോടു കൂടി എന്നെ തന്നെ എംപവർ ചെയ്യും. അതല്ലാതെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ വേണ്ട, അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ അത് വേണ്ട, അല്ലെങ്കിൽ അത് നമ്മൾ ഡിഗ്രേഡ് ചെയ്യുക എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കണം അല്ലേ. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്മയിൽ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് മീ ടൈമിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നീട് വരുന്നത് മൈ റിലേഷൻസ് ആണ് അല്ലേ. എൻ്റെ കൂടെയുള്ളവരായിട്ട്, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളവരായിട്ട്. ഇവിടെ നമ്മൾ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതായത് ഏറ്റവും ആദ്യം നമ്മളുടെ പാരൻസ്. ഈ പാരൻസിനോട് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ബാലൻസ്ഡ് മുസ്ലിമയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. രണ്ടാമതായിട്ട് നമ്മളുടെ ഹസ്ബൻഡ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബാധ്യത നമ്മളുടെ ഹസ്ബൻഡിൻ്റെ അടുത്താണ്. അപ്പം ഹസ്ബൻഡായിട്ടുള്ള ഒരു റിലേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ അതിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ആസ് എ മദർ ഇൻ ലോ. ഇപ്പോൾ നമ്മൾ വലുതായിട്ട് സ്ത്രീകളാണല്ലേ, നമുക്ക് മക്കളുണ്ടാകും. അപ്പോൾ ഒരു അമ്മായിമ്മ അല്ലെങ്കിൽ ഒരു മദർ ഇൻ ലോ ആകുമ്പോൾ നമ്മൾ എങ്ങനെയെല്ലാം ആയിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്. അതായത് നമ്മളുടെ കുട്ടീനെ നമ്മൾ മറ്റുള്ളവരെങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ കുട്ടികളെയും ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കും അല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതാണ് നമ്മളുടെ മദർ ഇൻ ലോ എന്നുള്ള ടോപ്പിക്കിൽ. അതൊക്കെ ഓരോന്ന് ഗ്രാജുവലി ആയിട്ടാണ്. ഞാൻ ഒരു ബുക്ക് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇതെത്തിച്ച് തരുന്നത് കേട്ടോ. ഇതൊന്നും എൻ്റെ വാക്കുകളോ ഒന്നുമല്ല. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയൊരു സഹായം കൊണ്ട് ആ ഒരു ബുക്ക് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതൊരു ബുക്ക് ആയതുകൊണ്ട് ആദ്യം തന്നെ അള്ളാഹു ആയിട്ടുള്ള വിത്ത് മൈ റബ്ബ് എന്നുള്ള ടോപ്പിക്ക് കവർ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഓരോന്നും വരുന്നത്. പക്ഷെ നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ ടോപ്പിക്സ്, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഓരോ ടോപ്പിക്സ് എടുത്തിട്ട് എത്തിക്കാം നിങ്ങളിലേക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല.
പിന്നീട് നമ്മളത് കഴിഞ്ഞിട്ട് നമ്മളുടെ റിലേറ്റീവ്സിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ അയൽവാസിയിലേക്കും പിന്നെ ഫ്രണ്ട്സും മറ്റ് ഇസ്ലാമിലുള്ള സഹോദരിമാരുമായിട്ട് അങ്ങനെ ആ ഒരു സർക്കിൾ അങ്ങനെ വലുതായി 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 വരുന്നുണ്ട്. ആദ്യം അള്ളാഹു, പിന്നെ നമ്മളൊറ്റയ്ക്ക്, പിന്നെ നമ്മളുടെ പാരൻസ്, പിന്നെ ഭർത്താവ്, പിന്നെ നമ്മളുടെ എന്താണ് മദർ ഇൻ ലോ, പിന്നെ റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, അങ്ങനെ അങ്ങനെ ആ ഒരു സർക്കിൾ വലിയ സർക്കിളാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഓരോ റിലേഷൻസിലും ഹൗ ഫാർ ഐ വാണ്ട് ടു ഗോ, എനിക്ക് എത്ര ദൂരം പോകണം, അതായത് ഞാൻ എത്രയാണ് ഇവരൊക്കെ ആയിട്ട് പെരുമാറാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ഇമോഷൻസും ഒക്കെ വർക്കാവും അല്ലേ, അതല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയണമെന്നൊക്കെ ഉണ്ടാകും. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗ ഫാർ അള്ളാഹ് വാണ്ട്സ് മീ ടു ഗോ. പക്ഷേ നമ്മൾ അവിടെയൊക്കെ ലിമിറ്റ് വെച്ചിട്ട് എൻ്റെ റബ്ബിന് എത്രയാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം എന്താ പറയുക, ഓപ്പോസിറ്റ് ജെൻഡർ പുരുഷന്മാരായിട്ടുള്ള ആളുകളുണ്ടാകാം. അപ്പം അത് ഫ്രണ്ട്സ് എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ വലിയൊരു ലിമിറ്റ് തന്നെ അവിടെ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈവൻ ദോ നമുക്ക് ഭയങ്കരമായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാൻ ഉള്ള ഫീൽ ഉണ്ടെങ്കിൽ പോലും അത് നമുക്കറിയാം അള്ളാഹുവിന് നമുക്ക് അത്ര സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളത്. സോ നമ്മൾ എന്താക്കും, അള്ളാഹുവിന് എന്താണോ വേണ്ടത് അങ്ങനെ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. അതാണ് ഇൻഷാ അല്ലാ ഈ ഒരു വിത്ത് മൈ റിലേഷൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അവസാനമായിട്ട് വിത്ത് മൈ സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ട് ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ഇവിടെ യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഇതാണ്, നമ്മൾ ഒരു കാര്യം പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ നന്നാക്കണം എന്നുള്ളൊരു തോട്ടിൽ നമ്മൾ വരുന്നത്. കമ്മ്യൂണിറ്റി ആയിട്ടെന്ന് പറയുമ്പം മനസ്സിൽ വന്നത് അതാണ്, നമ്മൾ എന്ത് കാര്യം കേൾക്കുമ്പോഴും ഇത് മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നുള്ളൊരു ഒരു ടെൻഡൻസി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. അപ്പോൾ ഞാൻ നിങ്ങളേക്ക് ഇത് എത്തിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ പഠിക്കുന്നതോടുകൂടി അത് ഷെയർ ചെയ്യുമ്പം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ ഈ ഓരോ ടോപ്പിക്കിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് വരുത്താനുണ്ട്. അപ്പോൾ കൂടെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സഹോദരിമാർക്കും എൻ്റെ സിസ്റ്റേഴ്സിനും അത് എത്തിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ എനിക്ക് ദഅവ ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറയുമ്പം എനിക്കൊരുപാട് പഠിക്കാനുണ്ട് ആദ്യം എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ പഠിക്കുന്നതോടുകൂടി തന്നെ ആ പഠിച്ച കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചെറിയൊരു ബാലൻസ്ഡ് മുസ്ലിം എന്നുള്ള ടോപ്പിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ എളുപ്പവും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് ഓരോന്നും പ്രവർത്തിക്കാനുള്ള തൗഫീഖും നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ടോപ്പിക്സുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഓവറോൾ സ്റ്റാറ്റസ് ഓഫ് വിമണിനെ കുറിച്ച് പറയാനാണ്. നമുക്കറിയാം സ്ത്രീയും പുരുഷനും ഒരിക്കലും തുല്യരല്ല അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീക്കൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്, പുരുഷനൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലം എന്താണ്, ഇവർ രണ്ടുപേരെയും ഈക്വൽ ആക്കാനാണ്. അതായത് ഈക്വാലിറ്റി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമ്മളെ രണ്ടുപേരെയും അവരുടെ കഴിവുകൾക്കനുസരിച്ചിട്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതല്ല, രണ്ടുപേരെയും ഈക്വൽ ആക്കുക എന്നുള്ളതാണ്. സ്ത്രീൻ്റെയും പുരുഷൻ്റെയും എല്ലാ കാര്യങ്ങളും ഈക്വൽ ആക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ ഒരു പോക്ക് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് ഭയങ്കര വലിയ ബ്ലെസ്സിങ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 നേരത്തെ നമസ്കാരം അല്ലേ. സുബ്ഹാനല്ലാഹ്, നമുക്ക് സ്ത്രീകൾക്ക് നമ്മളുടെ വീട്ടിൽ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമസ്കരിക്കാനുള്ള അനുവാദം റബ്ബ് നൽകിയിട്ടുണ്ട്. എന്നാൽ പുരുഷന്മാർക്കോ അവർക്ക് 5 വക്ത് പള്ളിയിൽ പോകൽ നിർബന്ധമാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കുക, അതെങ്ങാനും നമ്മളുടെ മേൽ നിർബന്ധമായിരുന്നെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമായിരുന്നോ? അത് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള അത്ര നമ്മളുടെ സ്ത്രീകൾക്ക് അത്ര തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത്ര തന്നെ ഇല്ലാത്ത പുരുഷന്മാർക്ക് തന്നെ ശരിക്കും പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായിരിക്കും നമ്മൾ സ്ത്രീകൾക്ക് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയാൽ? എന്നിട്ടും എന്താണ് മനുഷ്യന്മാർ ചെയ്യുന്നത്? ഇത്രയും ഹൈറ്റിൽ, അതായത് ഒരുപാട് റെസ്പോൺസിബിലിറ്റി എടുത്ത് കളയുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് കൂടുകയാണ് സത്യം പറഞ്ഞാൽ അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളെ ഒരു ഉയരത്തിൽ വെച്ചതാണ്, നീ ഇത്ര ചെയ്താൽ മതി, നിനക്ക് ഇത്ര ഞാൻ തരാം അല്ലേ. ഇപ്പോൾ നമുക്കറിയാം വലിയ വലിയ കമ്പനീൻ്റെ ബോസുകളൊക്കെ അവർക്ക് എന്താണ്
ഒരുപാട് ഡ്യൂട്ടി ടൈം ഉണ്ടാകില്ല, പക്ഷെ അവർക്ക് ഒരുപാട് സാലറി കിട്ടും അല്ലേ. പക്ഷെ താഴെ ഇതിലുള്ള ആളുകളോ, അവർക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും, പക്ഷെ അത്ര സാലറി കിട്ടൂല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഞാൻ നിനക്ക് ഇത്രയും തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഹദീസിൽ കേട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീ 5 വക്ത് നമസ്കരിക്കുകയും അതുപോലെ തന്നെ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും തൻ്റെ ഭർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ ഏത് കവാടത്തിലൂടെയും അവൾക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്രയാണ് റബ്ബ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള ടാസ്ക്. പക്ഷേ നമ്മൾ എന്താണ് പുരുഷന്മാരെ പോലെ എനിക്കും ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വെറുതെ ആ ഹൈ ലെവലിൽ താഴത്തേക്ക് പോവുകയാണ്. സ്ത്രീകൾക്ക് വീട്ടിൽ നിന്നാണ് നമസ്കാരം ഉത്തമം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പള്ളിയിലേക്ക് പോകുന്നവരെ തടയരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വീടാണ് ഉത്തമം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ എന്താണ് കുറേ എഫേർട്ട് എടുത്തിട്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് സ്മാർട്ട് വർക്കാണ് ഹാർഡ് വർക്കിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. സ്മാർട്ട് വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് കൂടുതൽ റിവാർഡ് കിട്ടുന്നത് വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പള്ളിയിൽ പോകുന്നത് എന്താണ് അല്ലേ. പക്ഷെ പള്ളിയിൽ പോകണ്ട എന്നൊന്നല്ല കേട്ടോ പറഞ്ഞത്. അപ്പം അതാണ് നമ്മളുടെ ഒരു സൊസൈറ്റീൻ്റെ ഒരു സ്വഭാവം എന്നുള്ളതെന്ന് എന്താണ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് ഒരുപാട് പരിഗണന നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്ത്രീകൾ വിചാരിക്കുക നമ്മൾക്ക് സ്ത്രീകൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചേക്കാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ നമ്മളുടെ നിക്കാബ് അല്ലെങ്കിൽ നമ്മൾ ഹിജാബ് ധരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന എക്സാമ്പിളാണ് ഒരു ഫോണ്, അതിന് നമ്മൾ ഫോൺ കേസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ഫോൺ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പവിഴങ്ങൾ, അതൊക്കെ എന്താണ് ഭയങ്കര വലിയ ഷെല്ലിൻ്റെ ഉള്ളിലാണ്. എന്തുകൊണ്ടാണ്? അത് ഭയങ്കര പ്രഷ്യസ് ആയതുകൊണ്ടാണ്. അതേപോലെ നമ്മൾ ഒക്കെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസും നമ്മളുടെ ബെനിഫിറ്റിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ഇതാണ് സ്റ്റാറ്റസ് ഓഫ് വിമൺ. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് നമുക്ക് വേണ്ടിയിട്ട് ദീനിനെ അല്ലാഹു ഒരുക്കി തന്നിട്ടുള്ളത്. നമ്മൾ നമ്മളുടെ മേലത് ബാധ്യതയാക്കരുത്. പിന്നെ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇംബാലൻസസ്. നമുക്കറിയാം നമ്മൾ ഒരുപാട് അപ്സും ഡൗൺസുള്ള ആളുകളാണ് അല്ലേ. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഓരോതിലും നമുക്ക് നമ്മളുടെ എന്താണ് റബ്ബിനോടായിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരുപാട് എന്താ പറയുക നിയത്തിൻ്റെ കുറവുകളോ അല്ലെങ്കിൽ ഒരുപാട് പെർഫെക്ഷൻ കുറവുകളോ ഒക്കെ ഉണ്ടാകും അല്ലേ. അതിലൊക്കെ ഒരു ഈമാൻ കുറവൊക്കെ ചിലപ്പോൾ നമ്മുടെ ഓരോ കർമ്മത്തിലൊക്കെ വന്ന് പോകാം. അങ്ങനെ ഇംബാലൻസസ് ഉണ്ടാകാം. നമ്മളുടെ ഭർത്താവ് ഒത്തായിട്ടായിക്കോട്ടെ നമുക്ക് ചിലപ്പം നമ്മളുടെ ഇമോഷൻസ് മുന്നോട്ട് വന്നിട്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകാം. നമ്മളുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മൾ അവർക്ക് നൽകേണ്ട ഹക്ക് നമുക്ക് നൽകാൻ പറ്റിയിട്ടുണ്ടാകില്ല. അങ്ങനെ ഒരുപാട് ഇംബാലൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റൊന്ന് നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ഈ ഒരു ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭയങ്കര തഖ്വയുള്ള ആളുകളായിരിക്കും, ഭയങ്കര റിലീജിയസ് ആയിരിക്കും, എന്താണ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അപ്പുറത്ത് എന്താണ് നമ്മുടെ ബോഡിനെ ശരിക്കും കെയർ ചെയ്യുന്നുണ്ടാകില്ല. നമ്മൾ നല്ല സ്മെല്ല് ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ടാകില്ല. നമ്മൾ കറക്റ്റ് ടൈമിന് ബാത്തിങ്ങും കുളിക്കലും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാകില്ല. അപ്പം എന്താണ് ഒരു കാര്യം അപ്പുറത്ത് ചെയ്യുമ്പം ഇപ്പുറത്ത് വേറൊരു കാര്യം പോയി. അതല്ലെങ്കിൽ എന്താണ് ഹെൽത്തും ഹൈജീനും ഒക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടാകും. ആ സമയത്ത് എന്താകും എന്താണ് അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ ചെയ്യാൻ ഫെയിലായി പോകും. അതല്ലെങ്കിൽ എല്ലാ ഇബാദത്തും എല്ലാ എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും, പക്ഷെ ശരിക്കുള്ള എന്താണ് ദീനീപരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് ചെയ്യുന്നുണ്ടാകും. ചിലപ്പം പ്രയോറിറ്റി കൊടുക്കുമ്പോൾ, ഇപ്പം റമദാനൊക്കെ നമ്മൾക്കറിയാം, ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിൽ ചില സമയത്ത് നമുക്ക് പല കാര്യങ്ങളും എന്താണ് ഇബാദത്തുകളും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ നോമ്പ് തുറയൊക്കെ വന്നാൽ ചില സ്ത്രീകളൊക്കെ മഗ്‌രിബ് നമസ്കാരം ഭയങ്കര ലേറ്റായി പോകും. കാരണം മറ്റുള്ളവരെ ഞാൻ നോക്കണമല്ലോ എന്നുള്ളതാണ്. പക്ഷേ അവിടെയൊക്കെ എന്താണ് ഇംബാലൻസാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ പറയുന്നത് ഭയങ്കര റിലീജിയസ് ആയിരിക്കാം, പക്ഷെ എന്താണ് നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പം പരദൂഷണം പറയാം, ഗീബത്ത് നമീമത്ത് ഇതൊക്കെ പറയാം എന്നുണ്ടാകും അല്ലേ. പക്ഷെ നമസ്കരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവരെക്കാളും ദീന് കുറഞ്ഞിട്ടുള്ള ആളുകളെ കാണുമ്പോൾ എന്താ അല്ലേ, ഇതൊന്നും എത്ര കാലമായി എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആളുകളാണ്. അങ്ങനെ നമ്മൾ മുദ്ര കുത്തി വെച്ചിട്ടുള്ള അങ്ങനത്തെ സംസാരങ്ങൾ വരാം.
അപ്പോൾ ഒരുപാട് ഇതൊക്കെയാണ് നമ്മൾ ഇംബാലൻസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാലൻസ്ഡ് മുസ്ലിമ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല. അതല്ലെങ്കിൽ നമ്മൾ അയൽവാസികൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടാകും, നമ്മുടെ പാരൻസ് നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പാരൻസിനൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടാകും, പക്ഷേ ഹസ്ബൻഡ് നല്ല രീതിയിൽ ഹസ്ബൻഡിന് റൈറ്റ്സ് കൊടുക്കുന്നുണ്ടാകില്ല, നല്ലൊരു വൈഫാകാൻ പറ്റുന്നുണ്ടാകില്ല, അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾക്ക് മുന്നിലൊക്കെ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങും, ഭർത്താവിന് മുമ്പിൽ അങ്ങനെ അപ്പിയർഡ് ആകില്ല, തോന്നിയ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത അട്രാക്റ്റീവ് അല്ലാത്ത രീതിയിലായിരിക്കാം. അങ്ങനെ നമുക്ക് ഒരുപാട് ഇംബാലൻസസ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയണം. അപ്പോൾ ഓരോന്നിലും നമ്മളെന്താണ് നമ്മളെ തന്നെ മോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ ടോപ്പിക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഇത് ചിലപ്പം എത്ര സമയം എന്നൊന്നുമില്ല, ചിലപ്പോൾ കുറച്ച് മാസങ്ങളോട് ആയിരിക്കാം നമ്മളുടെ ഈ ഒരു ടോപ്പിക്കുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ സാവധാനമാണെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും മെല്ലെ മെല്ലെ നമ്മളിൽ ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാലൻസ്ഡ് മുസ്ലിമ എന്നുള്ള ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ഇംബാലൻസും നമ്മൾ മെല്ലെ മെല്ലെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നമുക്ക് ഹക്ക് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാം. ബാക്കി നമ്മൾ അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യാം. നമുക്കൊരിക്കലും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല അല്ലേ. അള്ളാഹു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് മിസ്റ്റേക്സോട് കൂടിയാണ്, അതായത് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കും, പക്ഷേ ഏറ്റവും ഉത്തമർ തൗബ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും തൗബ ചെയ്യുക. നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നല്ല രീതിയിൽ സ്മൂത്തായി പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാകും, ശൈത്താൻ വന്നിട്ട് നമ്മളെ നെഗറ്റീവിലേക്ക് ഇടും. അപ്പോൾ നമ്മളെന്താക്കും, എന്താണ്, ഞാൻ ഇത്രയും ചെയ്തൊക്കെ പോയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒന്നൊന്ന് നിരാശരാകും അല്ലേ. അപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ത്, നിങ്ങളുടെ മിസ്റ്റേക്ക് വരുമ്പോൾ തൗബ ചെയ്യാം. നിരാശ ശൈത്താനിൽ നിന്നാണ്. പക്ഷേ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക തടസ്സങ്ങളൊക്കെ വരും. അള്ളാഹു എളുപ്പം നൽകട്ടെ. വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താൻ കേട്ടോ, അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതെ നമുക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ്ലി പറയാനുള്ളത്. നത്തിങ് സ്റ്റാൻഡ്സ് ബിറ്റ്വീൻ വുമൺ ആൻഡ് ദ അറ്റൈൻമെൻറ്റ് ഓഫ് ദാറ്റ് ലെവൽ ബട്ട് ദ നീഡ് ടു ഡിവോട്ട് ഹെർസെൽഫ് ടു സീക്കിംഗ് നോളജ് ഓഫ് ട്രൂ ഇസ്ലാമിക് ക്യാരക്ടർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഖുർആൻ ആൻഡ് സുന്ന. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഹൈ ലെവൽ ഓഫ് എന്താ പറയുക ഡിവോഷൻ, അള്ളാഹുവിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇബാദത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ ക്യാരക്ടർ, ട്രൂ ഇസ്ലാമിക് ക്യാരക്ടർ എന്തായിരിക്കണം നമ്മൾ ഖുർആനും സുന്നത്തും അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെയാണ് നമ്മൾ എന്താണ് ഒരു നല്ലൊരു നോബിൾ വിമൺ, അതായത് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ രീതിയിലും എല്ലാ സിറ്റുവേഷൻസിലും ബിഹേവ് ചെയ്യാൻ പാകമായ ഒരു സ്ത്രീ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മളുടെ ബാലൻസ്ഡ് മുസ്ലിം. അപ്പം അവസാനമായിട്ട് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താണ്, നമ്മൾ ഐഡിയൽ മുസ്ലിമ, ബാലൻസ്ഡ് മുസ്ലിമ എന്ന് പറയുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് മുസ്ലിമ എന്നല്ല, നമ്മളുടെ ഏരിയയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആകാനുള്ള ഒരു ശ്രമമാണ് ബാലൻസ്ഡ് മുസ്ലിമ. അതായത് ഇഹ്സാൻ അല്ലേ, നമ്മൾ മുഹ്സിന എന്ന് കേട്ടിട്ടുണ്ട്, ഒരു മുഹ്സിനയാകാനുള്ള ഒരു ശ്രമമാണ് നമ്മളുടെ ബാലൻസ്ഡ് മുസ്ലിമ. രണ്ടാമതായിട്ട് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഈ ഒരു ടോപ്പിക്കിലുള്ള ഡിസ്കസ് ആക്കുന്നുണ്ടാകുക. ഒരിക്കലും നമ്മൾ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാവില്ല, എന്നാലും നമ്മളുടെ ഇമോഷൻസ് അതിൽ നമ്മൾ മിക്സ്ഡ് ആക്കിയിട്ടായിരിക്കും അല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഉണ്ടാകുക. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ നമ്മളുടെ വീക്ക് പോയിൻറ്റ്സുകൾ മനസ്സിലാക്കുക. ആ വീക്ക് പോയിൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് നമ്മളെന്താണ് നമ്മളുടെ ഈ ഒരു ഇംബാലൻസിനെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സീക്കിംഗ് ബാലൻസ് ആണ് മെയിൻലി വരുന്നത്. അതുപോലെ തന്നെ ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യണം. ആക്ഷൻ പ്ലാൻസ് നമ്മൾ എടുത്ത് വെക്കുക തന്നെ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാ പ്രസംഗങ്ങളും കേട്ട പോലെ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേട്ട പോലെ അതൊരു ക്ലാസ് ആയിട്ട് തന്നെ പോകും. അതുകൊണ്ട് നമ്മൾ ചേഞ്ചസ് വരുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. നമ്മളെ തന്നെ നമ്മൾ എംപവർ ചെയ്യാം. മറ്റുള്ളവർ നമ്മൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾക്ക് ആ സമയത്തൊരു വിഷമം ഉണ്ടെങ്കിൽ പോലും അതിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. അതോടൊപ്പം തന്നെ ഓരോന്നും നമ്മൾ കേട്ടിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ എഴുതിയെടുക്കുക. എന്നിട്ട് നമ്മളത് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നമ്മൾ പഠിച്ചാൽ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. ആദ്യം നമ്മളിൽ ആ ഒരു ചേഞ്ച് വരുത്തിയിട്ട് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ എല്ലാവരും നിരന്തരം അല്ലാഹുവോട് ദുആ ചെയ്യുക ഏറ്റവും നല്ല രീതിയിൽ. യാ റബ്ബി, എനിക്ക്
ഈ ഒരു ബാലൻസ്ഡ് മുസ്ലിം ആകാനുള്ള തൗഫീഖ് നീ നൽകണമേ. ആമീൻ. എല്ലാ രീതിയിലും, അതായത് ഞാനൊരു ഭാര്യയാകുമ്പോഴും, ഞാനൊരു ഉമ്മയാകുമ്പോഴും, ഒരു റിലേറ്റീവ് ആകുമ്പോഴും, നെയ്ബറാകുമ്പോഴും, ഫ്രണ്ട് ആകുമ്പോഴും, അള്ളാഹുവിൻ്റെ അടിമയാകുമ്പോഴും, ഒരു സമൂഹത്തിലൊരു സ്ത്രീ ആകുമ്പോഴും ഒക്കെ റബ്ബേ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ അവിടെ എല്ലാം പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അള്ളാഹു അല്ലാതെ നമുക്ക് ആർക്കും ഇതിലൊന്നും എളുപ്പം നൽകില്ല. അതുകൊണ്ട് ദുആ അല്ലാതെ നമുക്കൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവോട് ദുആ ചെയ്യുക. കൂടെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താണ്, നമ്മൾ കൈപിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ആരും ആരെക്കാളും ബെറ്ററാണ് എന്നൊന്നും കരുതണ്ട. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കൂടെ തന്നെ ഞാൻ എന്നെയും കൂടെ നന്നാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാം. നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം ദുആ ചെയ്തുകൊണ്ട് ഈ ഒരു സംരംഭം തുടങ്ങാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല. അൽഹംദുലില്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.